സർവേശ്വനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും പ്രാർത്ഥനകളും സ്വർഗം കൈക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതുമൊക്കെ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ, കർത്താവേ ഞങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആദ്യോടന്തം ഞങ്ങളുടെ കൃപയിൽ നിറച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നാമത്തിനും സ്തുതിക്കുമായി ഞാൻ ആ കീർത്തനങ്ങളിൽ 24-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 24. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാകാം. നിങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും നിരന്തരമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ കൂട്ടുകാരെ ഞങ്ങളെ പോലും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുകയും ദോഷജയിച്ചോ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി സമയം നമുക്ക് ഉപയോഗിക്കാം. വരുവേൻ, നാം യഹോവയ്ക്കുല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവു തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ വനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അന്വയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നിൽക്കുമ്പോൾ തന്നെ എന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം സമയം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനം 32-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമാണ്. തെറ്റിനെ ക്ഷമിച്ചും പാപം മാറ്റി വിധിക്കുവാൻ ഭാഗ്യവാൻ. നാം ഇല്ലാതായപ്പോൾ നിത്യമായ നരകത്തിൽ എന്റെ അസുഖം ക്ഷയിച്ചുപോയി. നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മഞ്ചത്തിൽ കാലത്തിൽ വിഷ്ണുസാലെന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചിട്ടുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപം
നിമിത്തം നീ ഒരു ഭക്തനും കണ്ടെത്താവുന്ന കാലത്തിനോട് പ്രാർത്ഥിക്കും. തിരുവള്ള എത്തു കഴിയുമ്പോൾ അതിനോട് അടുക്കളോലും എത്തുകയില്ല. ഞാൻ നിന്നെ ഉപദേശിച്ചെടുക്കേണ്ടുന്ന വഴി നിന്നെ കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചിന് ആലോചന പറഞ്ഞു തരും. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഒന്നാം പാഠം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിനെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ ഇസ്രായേലിന്റെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെയ്യും. ഞാൻ ഫറവോനിലും അവരുടെ സകല സൈന്യത്തിലും അവരുടെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവരുടെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് ഇസ്രായേലിൽ അറിയും. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന് ദേവദൂതൻ അവിടെ നിന്ന് അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി വീട്ടിൽ പോയി നിന്നു. രാത്രി മുഴുവനും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ രാത്രി മുഴുവൻ മഹാശക്തിയോട് കിഴക്കൻ കാറ്റിനോട് കടലിനെ പിൻവാങ്ങിച്ച് അങ്ങേതിരമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവിടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്ന് ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിൽ ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ മേഘസ്തംഭത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സൈന്യത്തെ നോക്കി ഇസ്രായേലിന്റെ സൈന്യത്തെ താറുമാറാക്കി. അവർ ഉരുക്കട്ടങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് ഇസ്രായേലിയർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം ഇസ്രായേലിന്റെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി ഉയർത്തി കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. ഇസ്രായേലിൽ അതിനെതിരായി ഓടി. യഹോവ ഇസ്രായേലിനെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്നു. അത് പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവർ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ഒരു ദിവസം ഇസ്രായേലിന്റെ കയ്യിൽ രക്ഷിച്ചു. ഇസ്രായേലിന്റെ കടൽക്കരയിൽ ചത്തറിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. യഹോവ ഇസ്രായേലിൽ ചെയ്ത മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവരുടെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഇങ്ങനെയുടെ പഴയ സക്രിയാവിന്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സക്രിയാവിന്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ചുദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളെ വശത്തുനിന്നും നമ്മെ പായിക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിലും വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും
ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ ശ്രദ്ധിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശുവിനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കർത്താവായ ക്രിസ്തുവിന്റെ സുവിശേഷം. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, നീ ആകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. ആകാശം ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ഹോസന്മാരുടെ പ്രഭാസമവും നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ അടുത്തുമുള്ള വിശ്വസഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. ഈ ദൈവത്തിൽ വലത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ ആർക്ക് സഹായിക്കണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ യേശുവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ നിങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു.
ഞാനൊരിക്കലും ലജ്ജപ്പെടരുതേ. ഞാൻ കീർത്തനങ്ങളിൽ 461 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 461. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം പിതാവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് കൃപ ലഭിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യാം. സഭയായി നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം സ്നാനം എന്ന സാക്രമെന്റ് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. ആലയത്തിൽ കടന്നു ചെന്നതിന് ശേഷം അവിടെയുള്ള ആ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹം കാണുകയുണ്ടായി. എന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ദേവാലയത്തിൽ കടന്നു വരണം, ദേവാലയത്തിൽ എനിക്ക് ചേർന്നാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുതിർന്ന വ്യക്തി തിരികെ ഇദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, അതിനെന്നാ, നിങ്ങൾക്ക് നിങ്ങളുടെ ആലയത്തിൽ കടന്നു വരാം, ചേരാം, പക്ഷെങ്കിൽ യു ഹാവ് ടു ടേക്ക് ബാപ്റ്റിസം, നിങ്ങൾ സ്നാനം ഏൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സ്നാനം ഏൽക്കുകയാണെങ്കിൽ ഇതെൻ്റെ 5ാമത്തെ സ്നാനമായി തീരും എന്ന് പറഞ്ഞു. ലോകം ആകമാനം ഏകദേശം മോർ ഓർ ലെസ് ദർ ആർ 40,000 ഡിനോമിനേഷൻസ് എന്ന് നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ ഡിനോമിനേഷൻസിനും അതിൻ്റേതായ രീതികളുണ്ട് എന്നും നമുക്ക് അറിയാം സ്നാനത്തെ സംബന്ധിച്ച്. എഫേസ്യർ 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അവിടെ ഒരു അൺനോൺ കിങ്ഡത്തെക്കുറിച്ച് പറയുകയാണ്. ഇതുവരെ അറിവില്ലാത്ത ഒരു രാജ്യത്തെ പറ്റി പറയുകയാണ്. ആരും ഒരിക്കലും പ്രവേശിച്ചില്ലാത്ത ഒരു രാജ്യത്തെപ്പറ്റി അവിടെ പറയുകയാണ്. ബാപ്റ്റിസം, സ്നാനം എന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീരുകയും നാം ക്രിസ്തു സഭയിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്നു. ക്രൈസ്തവ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്നാനം എന്നും നമ്മൾക്കറിയാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ബാപ്റ്റിസം സാക്രമെന്റ് എന്നുള്ളതാണ്. എന്താണ് സാക്രമെന്റ്? കൺഫർമേഷന്റെ സമയത്തും നമ്മുടെ ദേവാലയത്തിലെ പ്രശ്നങ്ങൾക്ക് മധ്യത്തിലുമൊക്കെ നാം അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് എന്താണ് സാക്രമെന്റ് എന്നുള്ളത്. അകമേ ആത്മീയമായി നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമെ കാണത്തക്ക അടയാളമാണ് സാക്രമെന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അർഹതയില്ലാത്ത കൃപ. യഹൂദന്മാരുടെ ഇടയിൽ
ഒരു ആചാരം, ശുദ്ധീകരണത്തിൻ്റെ ഒരു ആചാരം നിന്നിരുന്നു, കഴുകൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകൻ പശ്ചാത്തപിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ഒരു നീതിപൂർവമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നാനപ്പെടുത്തിയിരുന്നതായി നമുക്ക് കാണാം. അവിടേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവും സ്നാനപ്പെടുകയാണ്. എന്നാൽ കർത്താവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് അത് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള സ്നാനമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. ബട്ട് ടു റിവീൽ ദാറ്റ് ഹി ഈസ് എ കംപ്ലീറ്റ് മാൻ, ഒരു പൂർണ്ണ മനുഷ്യനാകുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലിന്, ദൗത്യത്തിലേക്ക് പരസ്യമായി പ്രവേശിക്കുന്നതിൻ്റെ ഒരു അടയാളമായി യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം ഏൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ നിക്കോദിമോസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ 70 അംഗങ്ങൾ ഉൾപ്പെടുന്ന യഹൂദന്മാരുടെ ഭരണസമിതിയായ സന്നദ്ധ സംഘത്തിലെ അറിയപ്പെടുന്ന ഒരു പരീക്ഷനായിരുന്നു നിക്കോദിമോസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ അദ്ദേഹം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ ഗുരു എന്ന് തിരിച്ചറിഞ്ഞ് കാണുവാൻ വന്നതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൂടെ ജീവന്റെ വഴിയിലേക്കൊരു പ്രവേശനം എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. 2-ാം വാക്യത്തിൽ നിക്കോദിമോസ് കർത്താവിനോട് ചോദിക്കും, റബി, അവിടുന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഹി വാസ് ഫോർ ജീസസ്, അനുകൂലിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിക്കോദിമോസ് എന്നുള്ളത്. 3-ാം വാക്യത്തിലെ യേശു നിക്കോദിമോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഒരു യഹൂദനായി പിറന്നാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കി എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന യഹൂദന്മാരുടെ ഒരു പ്രതിനിധിയാണ് നിക്കോദിമോസ് എന്ന് പറയുന്ന ഈ വ്യക്തി. എന്നാൽ 3-ാം വാക്യത്തിൽ അവിടെ യേശു ഈ വ്യക്തിയോട് പറയുകയാണ് പുതുതായി ജനിക്കുക എന്ന്. പുതുതായി ജനിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അനാത്തോൺ എന്നാണ്. ഉയരത്തിൽ നിന്ന് ജനിക്കുക, ബോൺ ഫ്രം എബവ് എന്നുള്ള അർത്ഥത്തോടുകൂടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അനേക തെരഞ്ഞെടുപ്പുകൾ സാധ്യമാകുന്ന ഈ ലോക ജീവിത ക്രമത്തിൽ ഉയരത്തിലുള്ള ഉത്തമമായ തെരഞ്ഞെടുപ്പിന്റെ ഉടമകളായി മാറണം എന്നുള്ള അർത്ഥത്തോടുകൂടെ യേശു കർത്താവ് ഓർപ്പിക്കുകയാണ്. യേശു കർത്താവിന് വേണമെങ്കിൽ ഒരു വാക്കിനാൽ സകലതും രൂപാന്തരപ്പെടുത്താമായിരുന്നു. മലയുടെ മുകളിൽ നിന്ന് ചാടാമായിരുന്നു, കല്ലിനെ അപ്പമാക്കി തീർക്കാമായിരുന്നു, എന്തും ചെയ്യാമായിരുന്നു. ബട്ട് he chose to do the will of his father. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് യേശു കർത്താവ് പ്രിയപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ നിലനിൽപ്പ് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് കരുതുന്ന ക്രമങ്ങൾക്ക് മീതെ, നമ്മുടെ ജീവിതത്തിൽ ലൗകികമായി നാം ആവശ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും മീതെ ക്രൂശിൻ്റെ വിരിമാറിവിലേക്ക് നമ്മുടെ ചുമല ചാരുവാൻ ലഭിക്കുന്ന ഒരു ആത്മധൈര്യമുള്ള തെരഞ്ഞെടുപ്പാണ് സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ വിശുദ്ധ സ്നാനം സ്വീകരിക്കുന്ന ആൾ ജീവന്റെ മുദ്ര പ്രാപിക്കുകയും ആടുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും വീണ്ടും ജനനത്തിന് യോഗ്യരായി തീരുകയും മക്കളായി തീരുകയും ചെയ്യും എന്ന് വചനത്തിൽ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായിട്ട് അവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ജീവന്റെ വഴിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ്. അതിന് ഉപാധിയാണ് സ്നാനം. രണ്ടാമതായിട്ട് സ്വയം ശൂന്യമാക്കുന്ന ജീവിതക്രമത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് സെൽഫ് എംപ്റ്റിങ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ഒരു സെൽഫ് എംപ്റ്റിങ് ആകുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഉത്തമമായ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ ജഡികത നിക്കോദിമോസിന് അതിരുകളായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നിക്കോദിമോസ് കർത്താവിനോട് ചോദിക്കുന്നത്, ഞാൻ രണ്ടാമതും ഉദരത്തിൽ കടന്ന് ജനിക്കണമോ എന്ന്. ഇവിടെ തനിക്ക് സാധ്യമാകുന്ന ലോക കാഴ്ചകളുടെ അതിരുകളിൽ അവൻ്റെ കണ്ണ് ഉടക്കിക്കിടക്കുകയാണ്. ഉയരത്തിലെ
കൃപയിലുള്ള ഒരു ജനനത്തിൻ്റെ സാധ്യതയിലേക്ക് അവൻ്റെ കണ്ണുകളെ, അവൻ്റെ ചിന്തകളെ ഉയർത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശു തൻ്റെ ഈ അറിവിനൊരു ഭേദം വരുത്തി കൊടുക്കുകയാണ്. പുതിയതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഉറവെങ്കിലേക്ക് മടങ്ങിപ്പോവുക എന്ന് മനസ്സിലാക്കി നൽകുകയാണ്. ജീവന് ഉറവ് പകരുന്ന മാതാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുക, സ്വയം ശൂന്യവൽക്കരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുകയും പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുക എന്നുള്ള പഠിപ്പിക്കൽ. പാപികൾ ആത്മീയമായി മരിച്ചവരാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അവർക്ക് പുതുജീവൻ ലഭിക്കുമ്പോൾ വേദപുസ്തകം അതിനെ ഒരു പുതിയ ജനനമായി കാണുകയാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ. എഫേസ്യർ 2-ാം അധ്യായം 8-9 വാക്യത്തിൽ അവിടെ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ അവിടെ ഓർപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് സ്നാനമെന്ന ആ സാക്രമത്തിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്നാനം, ബാപ്റ്റിസം എന്ന് പറയുന്നത് ഇറ്റ്സ് ബോൺ ഫ്രം എബവ് എന്നുള്ളതാണ്, ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനമാണ്. അത് ദൈവത്തിങ്കിലേക്കുള്ള ഒരു യാത്രയാണ്, ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാത്രയാണ്. അത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും രണ്ടാമത് മനുഷ്യരുമായുള്ള ബന്ധത്തിലും അത് അർത്ഥസമ്പൂർണമായി തീരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ജീവന്റെ വഴിയിലേക്കുള്ള പ്രവേശനമാണ് സ്നാനം. സ്വയം ശൂന്യമാക്കുന്ന ജീവിത ക്രമത്തിലേക്കുള്ള പ്രവേശനമാണ് സ്നാനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു പുതുജീവനായ കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ ഈ വിശുദ്ധമായ ഈ സ്നാനം വിശുദ്ധിയോടുകൂടി നാം ഉൾക്കൊള്ളുമ്പോൾ അത് ഒരു വെറും പ്രക്രിയ മാത്രമല്ല, ആന്തരികമായി നമ്മിൽ സംഭവിക്കേണ്ടുന്ന ഒരു വലിയ മാറ്റമാകുന്നു എന്ന് നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് കർത്താവിലേക്ക് ചേർന്ന് കർത്താവിൻ്റെ ഹിതം നിറവേറ്റി ഈ നിത്യ രാജ്യത്തിന് അവകാശികളായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് നാം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിനുള്ളവരായി തീരുമ്പോൾ നാം നമുക്കുള്ളവരല്ല, ക്രിസ്തുവിനുള്ളവരാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ആയിരിക്കാം. സ്വയം ശൂന്യവത്കരിക്കുവാനുള്ള ആ ഒരു വലിയ വിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവ്, ആകാശഭൂമിയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിവേകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിൽ കാന്തിപ്പെട്ട് ജനിച്ച് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിപ്പെട്ട് മരിച്ചടന്നു. ഞാൻ പാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു. പിന്നെ ഉത്തരത്തിലേക്ക് കയറി ഭാഗത്തിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ഒരു മനുഷ്യനെ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ നമുക്ക് മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശരിപ്പെടണമേ, രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. രാജ്യശക്തി മഹത്വം നിർത്താവുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് കർത്താവ് ഇഷ്ടപ്പെടുന്നതുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ ജീവനിരിക്കുന്നു, നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ചു. ഞങ്ങൾ യാതൊരു പ്രതികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണമൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസനായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മുഴുവൻ കാത്തുകൊള്ളണമേ.
കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനുമിത്രമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെല്ലാം എപ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വ്യത്യസ്ത പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. വെല്ലുവിളികൾ നിറഞ്ഞ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നന്ദിയുള്ള ഹൃദയങ്ങളോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എത്രത്തോളം അത്ഭുതകരമായ ഓരോ ദിവസവും നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവകൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിക്കാമെന്ന് വാക്ക് നൽകിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ഇടവകയിലെ വാർദ്ധക്യത്തിന് ചുഴുന്നള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാരീരിക അസ്വസ്ഥകളാലും ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. കൈലാൻ്റെ ദൈവവരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം കൊടുക്കുന്ന വിടുതലായി സ്തോത്രം ചെയ്യാം. പരിപൂർണമായ ആരോഗ്യവും വിടുതലും പ്രാപിച്ച് തിരികെ ഭവനത്തിൽ കടന്നു വരുവാൻ ശരിയായ ചികിത്സ ലഭിക്കാനൊക്കെ ഇടയാക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായതിൻ്റെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. അനൂപിനും റീനയും പൈതലിനെയും സുരക്ഷരായ ഭവനത്തിൽ എത്തിച്ചു കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പൈതലിന് കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി സ്തോത്രം ചെയ്യാം. നമ്മുടെ തലമുറകളെ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിക്കാം. സഭയുടെ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മഹാടവകയെ ഓർക്കാം, ദിശൻ തിരുമേനിയെ ഓർക്കാം, വൈദികരെ, സഭാ ശുശ്രൂഷകരെ, സിസ്റ്റർമാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതിയൊരു തെരഞ്ഞെടുപ്പിനായിട്ട് സഭ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ നടപ്പ് ധാരാളമായി ഇതിൽ വ്യാപിക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ഓർക്കാം. നമ്മുടെ സംസ്ഥാനത്തെ വിവരങ്ങൾ ഏൽപ്പിക്കാം. ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൊറോണ മഹാമാരിയാൽ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ, അവരെയൊക്കെ ദൈവങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. സൗഖ്യം നൽകുമാറാകണമേ. ശുശ്രൂഷയുടെ മേഖലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗത്തിന് അന്ത്യമുണ്ടാകുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. മരുന്ന് കണ്ടുപിടിക്കപ്പെടുവാനും ഇത് ക്രിയ ചെയ്യുവാനും ഇടയാക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും സയൻറ്റിസ്റ്റുമാരെയും വോളണ്ടിയർമാരെയും എല്ലാവരെയും ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. എത്രയും വേഗം കർത്താവ് ഇത് മാറിപ്പോകുവാൻ ഇടയാക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് സ്തോത്ര പ്രാർത്ഥനകളിൽ പൊതുവിലുള്ള സ്തോത്രം ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെ പിതാവേ, അയോഗ്യരാടിയോടും സൽമേശ്വരോടും നിനക്കുള്ള സൽമയ്ക്കായിട്ടും എണ്ണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയം മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സരസങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും മേലായ കർത്താവായ ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായങ്ങളാതരേണ്ടതിന് നിന്നെയും സേവിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾക്കെയും നിങ്ങൾ അതിനെ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ എൻ്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലതകളെ കുറിച്ചതായ ബോധം നേടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളിതിനോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കനസുണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. നോട്ടീസായിട്ടുള്ള കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ ആരാധനയിലെ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
എല്ലാവരെയും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാ ആഴ്ചയിലും ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ സഭാ നടത്തിപ്പിന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൈത്താങ്ങലും നിങ്ങളുടെ സഹകരണവും ഒക്കെ ഏറ്റവും ആവശ്യമാകുന്നുവല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ സാധ്യമാകാതെ ഇരിക്കുന്നത് മൂലം നമുക്ക് ആവശ്യങ്ങൾ അനേകമുണ്ട്. നമ്മുടെ നടത്തിപ്പ് സംബന്ധമായ ആവശ്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും പൂർണ്ണമായി ഇതിൽ ഭാഗവാക്കുകളാകണമേ, സംബന്ധിക്കണമേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ വിനയമായി ഓർപ്പിക്കുന്നു. ദശാംശ സമർപ്പണം, പിറന്നാൾ സ്തോത്രം, വിവാഹ സ്തോത്ര സമർപ്പണം, പിടിയേരി സമർപ്പണം, ഇതെല്ലാം ഒത്തിരി പെൻഡിങ് ഉണ്ട്. സാധ്യമാകുന്നിടത്തോളം പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കപ്പ്യാർ ബേച്ചാൻ വീടുകളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ സഹകരിക്കണമേ, നൽകണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇത്രയും ആവശ്യത്തോടുകൂടെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ സഹായത്തോടുകൂടി ആകുന്നുവല്ലോ മുൻപോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. കവറുകൾ ഈ ആഴ്ചകളിൽ ഭവനത്തിൽ എത്തുന്നതായിരിക്കും. ബീച്ചാൻ്റെ കൈവശം നിങ്ങളുടെ സ്തോത്ര സമർപ്പണങ്ങളും നൽകണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇത് ലഭിക്കുമ്പോൾ ആലയത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥന ക്രമീകരിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സ്ത്രീജന സഖ്യത്തിൻ്റെ മെമ്പർഷിപ്പ് ഫീസും കൂടെ ബീച്ചാൻ്റെ കയ്യിൽ നൽകണമേ എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവകയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സഭയുടെ ആവശ്യത്തിനായിട്ട് ഒരു തെർമൽ സ്കാനറും കമ്മ്യൂണിയൻ കപ്പ് സെറ്റും പ്രിൻ്ററും ആവശ്യമാകുന്നു എന്ന് അറിയിക്കുകയുണ്ടായല്ലോ. അത് അറിയിച്ചപ്പോൾ തന്നെ അത് നൽകുവാൻ, സ്പോൺസർ ചെയ്യുവാൻ മുൻപോട്ട് വന്ന പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതിൽ ഭാഗമക്കളായി നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ക്രൈസിസിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത, വിളിക്കുകയും പിന്തുണ അറിയിക്കുകയും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത്രയും വേഗം നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കൂടി കടന്നു വരുവാൻ, ആരാധിക്കുവാൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് യഥാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, കാത്ത് പരിപാലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമോത്തരായി ജ്ഞാനകീർത്തനങ്ങളിൽ 230 കീർത്തനം നമുക്ക് പാടാം. പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്ര വഴിപാട് നമുക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെയും വഴിപാടുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും വിതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടിയിരിക്കുമാറാകട്ടെ.
കർത്താവേ, ഒരുമിച്ച് ആരാധിപ്പാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ആരാധനകളുടെ ശക്തി പ്രാപിപ്പാൻ തിരുമേശയിൽ പങ്കാളിയാകുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വരുന്നതിന് പിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചിട്ട് ബലഹീനതയോടെ ഏൽപ്പിക്കട്ടെ. യേശുവിൻ നാമത്തന്നെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.